ഒരുപാട് പ്രമുഖരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും എൻ്റെ ആത്മസുഹൃത്തുക്കളും ഇവിടെ നിങ്ങളോട് ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കാൻ കാരണമായ പ്രശ്നങ്ങൾ, വിഷയങ്ങൾ അവതരിപ്പിക്കാനിരിക്കുന്നു എന്നതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ ഉദ്ഘാടന പ്രസംഗം എന്നുള്ള തരത്തിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തോട് ഡൽഹി ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് കാണിക്കുന്ന ഏറ്റവും ഹീനമായ സമീപനം, അത് ബഡ്ജറ്റ് വന്നതോടുകൂടി തെറ്റായ സമീപനം അവർ തിരുത്താൻ ബഡ്ജറ്റിലൂടെ കാണും ശ്രമിച്ചെങ്കിലോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഇല്ല, ഞങ്ങൾ നന്നാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മട്ടിൽ ജനവിരുദ്ധമാണ് ബഡ്ജറ്റ്, കേരള വിരുദ്ധമാണ് ബഡ്ജറ്റ്, പൊതുവിൽ സംസ്ഥാനങ്ങൾക്കെതിരുമാണ് ബഡ്ജറ്റ്. എന്നാൽ ഇഷ്ടപ്പെട്ട ചില സംസ്ഥാനങ്ങളെ, സ്വന്തം കേന്ദ്ര ഭരണാധികാരം നിലനിൽക്കണമെങ്കിൽ ബീഹാറും ആന്ധ്രയും ഒക്കെ സഹകരിക്കണമല്ലോ. ചന്ദ്രബാബു നായിഡുവിന്റെ TDPയും നിതീഷ് കുമാറിന്റെ ജനതാദളും, നിതീഷ് കുമാറിന്റെ ജനതാദളും, ആ രണ്ട് ക്രച്ചസിലാണ് ഇപ്പോ നരേന്ദ്രമോദി നിൽക്കുന്നത്. പുള്ളിക്കാരന്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷമൊക്കെ BJPയുടെ പോയി. പക്ഷെ അതിന്റെ നാണക്കേടോ ജാള്യതയോ ഒന്നും പുള്ളിക്കാരനില്ല. ഞാനിപ്പോഴും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും, ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുക, അങ്ങനെ കരുത്തനായ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഭരണാധികാരിയാണ് ഞാൻ. ഇപ്പൊ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു ധീരനെ ഞാൻ കണ്ടിട്ടില്ലെന്നാണ്. അപ്പൊ എന്താണ് ഈ നരേന്ദ്രമോദിയുടെ, BJPയുടെ, RSSന്റെ സമീപനം? ഇത് മുഴുവൻ ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. RSS നിർമ്മിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് BJP. RSSകാരനായിരുന്നതിൽ അഭിമാനിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവരിപ്പോ കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ട് കേന്ദ്രത്തിന്റെ ഭരണത്തിൽ നിന്നും അവരവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നിന്നും ചില സാമാന്യ മര്യാദ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കേടാണ്. ഇവരിൽ നിന്ന് എന്തിനാ നിങ്ങൾ മര്യാദ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിലടക്കം ചോദ്യം വരുന്നുണ്ട്. എന്നാലും ചില ഉത്തരവാദിത്വങ്ങളിലെത്തുമ്പോ, ചില പദവികളിലെത്തുമ്പോ അതിന്റെ ഒരു ഗൗരവബോധം കാണിക്കണ്ടേ സാധാരണഗതിയിൽ? അതില്ല. അതിന്റെ ഉദാഹരണങ്ങൾ ഇവിടെ സഖാവ് മാങ്കോട് രാധാകൃഷ്ണൻ തന്നെ സ്വാഗത പ്രസംഗത്തിൽ കുറേയധികം പ്രതിപാദിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യം, കേരളത്തെ പരിഗണിക്കുന്നതായി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലോ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായിട്ടുള്ള ബഡ്ജറ്റ് കണക്കുകളിലോ യാതൊന്നും തന്നെ കാണാനില്ല. നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വസ്തുതകൾ പറയുന്നവരാണെന്നുള്ളത് കൊണ്ട് ഇപ്പൊ റെയിൽവേയിൽ ചില വകയിരുത്തലുണ്ട് കേരളത്തിന്. എന്താ വകയിരുത്തല്? നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വകയിരുത്തലാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന കേരളത്തിന്റെ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒന്ന് പറയാം, ശബരി റെയിൽപാത എരുമേലിയിലേക്ക് നീട്ടാൻ 5 പൈസ വെച്ചിട്ടുണ്ടോ? ഇല്ല. വിഴിഞ്ഞം പദ്ധതി ഇന്ത്യയുടെ സമ്പദ്ഘടനയെയും ഇന്ത്യയുടെ ഭാവി വികാസത്തെയും ഒക്കെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ്പ് ഇത് നടപ്പാക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാനം കിഫ്ബിയിൽ നിന്നും സംസ്ഥാന ഫണ്ടിൽ നിന്നും സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിൽ നിന്നും ഫണ്ട് നീക്കിവെക്കുന്നത് പോലെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേന്ദ്രം കൂടി നീക്കിവെക്കണം. ചെയ്തിട്ടുണ്ടോ? ചെയ്യുന്നില്ല.
അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല. തിരുവനന്തപുരം കോഴിക്കോട് മെട്രോയുമായി ബന്ധപ്പെട്ട് പണം നീക്കിവെക്കണം, അതിന്റെ സാധ്യതാ പഠനവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ല. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മൾ ഇത് സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ള സാഹിത്യത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മദ്രാസി റെയിൽവേ സ്റ്റേഷനിൽ എത്ര പാതയുണ്ട്, ബാക്കി പ്രധാനപ്പെട്ട നഗരങ്ങളിൽ എത്രയുണ്ട്, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും എത്ര റെയിൽവേ പാതകളുണ്ട്, സ്റ്റേഷനിൽ കൊച്ചുവേളിയിൽ എത്രയുണ്ട്. അപ്പൊ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇവരുടെ കണ്ണിലില്ല. അതാണ് പ്രശ്നം. അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്യാവശ്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഞാനും അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. കോളേജിൽ എക്കണോമിക്സും പൊളിറ്റിക്സും ആയിരുന്നു വിഷയമെങ്കിലും നിങ്ങൾക്കറിയാം, SFI പ്രവർത്തനം, സമരം പരിപാടികൾ. അപ്പോൾ പഠിക്കാൻ വേണ്ടത്ര സമയം നീക്കി വെച്ചിട്ടില്ലെന്നുള്ള സത്യം പറയുകയാണ്. പക്ഷെ നമ്മൾ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം. അപ്പൊ കേരളത്തോടുള്ള അവഗണന നമുക്കെല്ലാം ബോധ്യപ്പെട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ്. രണ്ട്, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളോട് പൊതുവിൽ അവഗണനയുടെ സമീപനമാണ്. ആ അവഗണനയുടെ സമീപനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ഇതെന്ത് പ്രാകൃതമാണ് കാര്യം. ഇപ്പൊ 15ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകൾ, സ്ഥിതിവിവര കണക്കുകൾ വളരെ ലളിതമായി നമ്മളൊന്ന് മനസ്സിരുത്തി മനസ്സിലാക്കേണ്ട കാര്യമാണ്. രാജ്യത്തെ റവന്യൂ വരുമാനത്തിന്റെ 62.3%, എത്ര? 62.3%. ഓർമ്മയെന്ന് പറയുകയാണ്, പ്രായമായതുകൊണ്ട് തെറ്റാണ്. എന്നാലും 62%-ത്തിലധികം എന്ന് പറഞ്ഞാൽ 0.3 എന്നാണ് എൻ്റെ ഓർമ്മ. കേന്ദ്രത്തിന്റെ കയ്യിലേക്കാണ് പോകുന്നത് റവന്യൂ വരുമാനം, രാജ്യത്തെ ആകെ. അപ്പൊ സംസ്ഥാനങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടാവും? 37.7%. വലിയ ഗണിത വിദഗ്ധനാണ് ഈ മാത്യു ടി തോമസ്. ഞങ്ങൾ മന്ത്രിമാരായിട്ട് പ്രവർത്തിക്കുമ്പോൾ വലിയൊരു അബദ്ധത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഓർമ്മയുണ്ടോ? അത് പുറത്ത് പറയണ്ട. ഞങ്ങളിങ്ങനെ ഇരുന്ന് ചില സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് ചില കണക്ക് കൂട്ടുമ്പോൾ എൻ്റെ അറിവില്ലായ്മയും നിഷ്കളങ്കതയും കൊണ്ട് ഞാൻ കൂട്ടിയൊരു കണക്ക് അബദ്ധമാണെന്ന് മാത്യു ടി പറഞ്ഞു തന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ വലിയ ഗണിതശാസ്ത്ര വിദഗ്ധനാണെന്ന് അന്നാണ് എനിക്ക് പിടി കിട്ടിയത്. പക്ഷെ ഇത് സിമ്പിൾ അരിത്തമാറ്റിക്കാണ്. 62.3 കേന്ദ്രത്തിന്റെ കയ്യിൽ റവന്യൂ വരുമാനം, സംസ്ഥാനങ്ങളുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടെ കയ്യിൽ 37.7, 0.3 അവിടെ. അപ്പൊ 100%. ഇനിയാണ് നമ്മൾ ഞെട്ടിപ്പോകേണ്ട വസ്തുത വരുന്നത്. എന്താണെന്നറിയോ? റവന്യൂ വരുമാനം ഇങ്ങനെയാണ്. മഹാഭൂരിഭാഗവും കേന്ദ്രത്തിന്റെ കയ്യിൽ, 37% മാത്രം സംസ്ഥാനങ്ങളുടെ കയ്യിൽ. പക്ഷെ രാജ്യത്തെ മൊത്തം റവന്യൂ ചെലവിന്റെ 62% സംസ്ഥാനങ്ങൾ ചേർന്നാണ് വഹിക്കുന്നത്. റവന്യൂ വരുമാനത്തിന്റെ കുഞ്ഞു ഭാഗം മാത്രമുള്ള സംസ്ഥാനങ്ങളാണ് റവന്യൂ ചെലവിന്റെ ഭീമമായ ഭാഗവും ചെലവിടേണ്ടത്. എന്തൊരു അനീതിയാണിത്. കേന്ദ്രത്തിന്റെ കയ്യിലെത്തുന്ന ഫണ്ട് അതുകൊണ്ട് തന്നെ ചില മാനദണ്ഡ പ്രകാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായി വിഭജിക്കണം. അതിന് ഉപദേശിക്കാനാണ് ധനകാര്യ കമ്മീഷൻ. ആ ധനകാര്യ കമ്മീഷനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പുറത്തു വന്നു. എന്താ? സംസ്ഥാനങ്ങൾക്ക് എത്ര ശതമാനം കൊടുക്കണം? 32, 34, 35, 39, 40 ഒക്കെയാണ്. മോഡി പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ട ഭാഗം കുറയ്ക്കണം. ഒരു സാമ്പത്തിക വിദഗ്ധന് അതിനകത്തുള്ള ആൾ നിഷ്കളങ്കമായ ഒരു സെമിനാറിൽ പറഞ്ഞതാണ്. ഇങ്ങനെ പ്രധാനമന്ത്രി ഞങ്ങൾ ഉപദേശിച്ചു എന്ന്. അപ്പൊ കേരളത്തെ മാത്രം ഇവിടെ നമ്മൾ അറിയേണ്ടത്, കൂടുതൽ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല, കേരളത്തെ വൈരാഗ്യത്തോടുകൂടി ഇവർ ഞെരിക്കുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾ BJPയുടെ ആരെയും തിരഞ്ഞെടുക്കുന്നില്ല.
അപ്പൊ നിങ്ങൾ പറയും അപ്പൊ ഇവിടുന്ന് ലോക്സഭയിൽ ഒരു മെമ്പർ ഉള്ളതോ? അത് കോൺഗ്രസിന്റെ 84,000 വോട്ട് കൊടുത്തിട്ടാണ് അല്ലേ? ലളിതമായ കണക്കല്ലേ അത്? നേമത്തുനിന്നൊരു MLA ഉണ്ടായിരുന്നതോ? അതും UDFന്റെ വോട്ട് കിട്ടിയിട്ടാണ്. ഇതൊക്കെ ലളിതമായ കണക്കൂട്ടാൻ അറിയാൻ പാടില്ലാത്ത എനിക്ക് പോലും മനസ്സിലാവുന്ന ലളിതമായ വിവരങ്ങളാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ BJPക്കെതിരാണ്, RSSനെതിരാണ്. അവരിങ്ങനെ നുഴഞ്ഞ് അടിപിടിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട് പലയിടത്തും. അതിൽ നമ്മൾ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളെല്ലാം ആത്മപരിശോധന നടത്തണം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്കൊരു പിന്തുണ തരുന്നില്ല എന്ന് BJPയും RSSും മനസ്സിലാക്കിയിട്ട് കേരളത്തെ സാമ്പത്തികമായി ഞെരിച്ചമർത്താൻ